കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ചത് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലാണ് ട്ടാ. അങ്ങനെ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. അപ്പോഴാണ് ഞാൻ ഇവരെ കണ്ടുമുട്ടിയത് ട്ടാ. നമ്മൾ പോകണമെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇത് കണ്ടുമുട്ടാണ്ട്. ശരിക്കും ഇതൊരു ചെറിയൊരു ഗ്രാമവും കാര്യങ്ങളൊക്കെ ട്ടാ. ഈ ഒരു റൂട്ട് പോകുന്നത് അഗർത്തലയിലേക്കാണ്. പോണ വഴിക്ക് വീണ്ടും കുറച്ച് ആൾക്കാരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്താ ട്ടാ. അങ്ങനെ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. ഇതൊരു ഗ്രാമത്തിലൂടെയുള്ള വഴിയാണ് ട്ടാ. ഇവിടെ കുറച്ച് വീടും കാര്യങ്ങളൊക്കെ ഉള്ളൂ. റോഡൊക്കെ നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാ. അപ്പോഴാണ് ഒരു ബയ്യ നമുക്ക് കുറേ ORSും പിന്നെ അതുപോലെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ട് ഈ ഒരു ബയ്യാണ്. അപ്പോഴത്തേക്കും കുറേ ആൾക്കാർ അവിടെ കൂടിയട്ടാ. അങ്ങനെ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ ഒരു ദീദിമാരില്ലേ ഇവർ വർക്കിന് പോണേട്ടാ. സഞ്ചിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോണത്. നമ്മളിപ്പോൾ ഉള്ളത് സിപ്പാജോല എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിലാട്ടാ. ആദ്യം കിട്ടിയത് ഒരു പഞ്ചായത്താണ്. വീണ്ടും നമ്മൾ 2 പിള്ളേരെ കണ്ടുകിട്ടിയേട്ടാ. അങ്ങനെ അവർ നമുക്ക് ടാറ്റയും കാര്യങ്ങളൊക്കെ തന്ന്. അത് തന്നെ ഒരു പുള്ളീനെ കണ്ടുകിട്ടി. പുള്ളി എന്നോട് പുറകിൽ വരാൻ പറഞ്ഞിട്ടാ. അങ്ങനെ അവിടെ എത്തിയ പുള്ളി നമുക്ക് വെള്ളവും പിന്നെ കുറച്ച് സാധനങ്ങൾ തന്നിട്ടാ പാവം. അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ ഉണ്ടല്ലോ ഇവർ വന്നിട്ട് ഒരു സാധനം തന്നിട്ടാ. ഈ കാണുന്ന കപ്പ് കേക്കാണ് ഇവർ തന്നിട്ട് പോയത്. അത് കഴിഞ്ഞ് നമ്മുടെ സൈക്കിളിലെ ടയർ പൊട്ടിപ്പോയിട്ട് അവസാനം ഈ ഒരു കാറിൽ കയറ്റി നമ്മൾ സൈക്കിളിന്റെ ടയർ മാറ്റാൻ വേണ്ടി പോണേട്ടാ. ഏകദേശം 9-10 കിലോമീറ്റർ പോയിട്ടാണ് നമുക്ക് ഈ ഒരു കട കിട്ടിയത്. അത് കഴിഞ്ഞപ്പോഴും നമ്മൾ ഇവരെ കണ്ടുപിടിച്ചേട്ടാ. ഇവർ നമുക്കുള്ള കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം സെറ്റാക്കി തന്നിട്ട് അതുപോലെ തങ്ങാനുള്ള സെറ്റപ്പും എല്ലാം ഇവർ സെറ്റാക്കി തന്ന് നമുക്ക് വേണ്ട എല്ലാ ഫുഡും ഇവർ മേടിച്ചു തന്നിട്ടാ. കാരണം ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടല്ല, അവരുടെ സ്നേഹം കൊണ്ട് തന്നെയാണ്. ഇവരിവിടെ തമിഴ്നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാട്ടാ പറഞ്ഞത്.